Hello everyone, welcome back to my YouTube channel. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കെമിസ്ട്രിയുടെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കുറേയധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതുവരെ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പ്രീവിയസ് ഇയർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഓണപരീക്ഷയിലും അതുപോലെ തന്നെ SSCRTയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നമുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ള കുറച്ച് സമ്മേറ്റീവ് അസസ്മെൻറ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലുള്ള കുറച്ച് 3 പേപ്പറുകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്തേക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡലിൽ വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങളുടെ മിഡ് ടേം എക്സാമിനും ഓണം എക്സാമിനും ഇനി വരാനിരിക്കുന്ന എല്ലാ എക്സാമിനും നിങ്ങൾക്ക് ഇതുപോലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു പഠിക്കുക, അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റാർട്ടിങ് ഫ്രം കാർബൺ മോണോക്സൈഡ്, ഹൗ വിൽ യു പ്രിപ്പയർ ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? CO ആണ്. ഓക്കെ, COയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം മെത്തനോൾ പ്രിപ്പയർ ചെയ്യണം. മെത്തനോളിൻ്റെ കെമിക്കൽ ഫോമുല എങ്ങനെയാണ്? CH3OH ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും? ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്. CO + 2H2 gives CH3OH. ഓക്കെ, CO + 3H2 gives CO + 2H2 gives CH3OH. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കാറ്റലിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റിയാക്ഷൻ നടക്കുന്നത് 573 കെൽവിൻ ടെമ്പറേച്ചറിലാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എത്തനോയിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. എത്തനോയിക് ആസിഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്? എത്തനോയിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മുകളിൽ കിട്ടിയിട്ടുള്ള മെത്തനോളിൽ നിന്നാണ്. ഓക്കെ, മെത്തനോള് പ്ലസ് എന്ത് ചെയ്താൽ മതിയാവും? കാർബൺ മോണോക്സൈഡ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? CH3COOH. അതാണ് എത്തനോയിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോമുല എന്ന് പറയുന്നത്. ഓക്കെ, CH3COOH. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദി കെമിക്കൽ ഇക്വേഷൻ ഫോർ ദി റിയാക്ഷൻ ഓഫ് ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട് 2. അതായത് ഇതിൻ്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് വരുന്നത്? CH3CO ഒരു സെക്കൻഡ്, CH3OH. ഓക്കെ, മെത്തനോള് പ്ലസ് കാർബൺ മോണോക്സൈഡ് വെച്ച് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? CH3COOH കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു കാറ്റലിസ്റ്റിൻ്റെ യൂസ് ആവശ്യമുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ കാറ്റലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? വെൻ ethyl alcohol is treated with a carboxylic acid in presence of concentrated sulfuric acid, a compound having the smell of pineapple is obtained. അപ്പോൾ നമ്മൾ ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്, ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH2CH2OH ആണ്. ഇതിനെയാണ് നമ്മൾ ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഈഥൈൽ ആൽക്കഹോളും ഒരു കാർബോക്സിലിക് ആസിഡും, ഈ കാർബോക്സിലിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്? സ്മെൽ ഓഫ് പൈനാപ്പിൾ കിട്ടും. അപ്പോൾ വാട്ട് ഈസ് ദ ജനറൽ നെയിം ഓഫ് ദി പ്രൊഡക്റ്റ് ഫോംഡ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ്? നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഫ്രൂട്ട്സിൻ്റെയും അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ സ്മെല്ല് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്നതാണ് എസ്റ്റേഴ്സ് ആണ്. ഓക്കെ, എസ്റ്റേഴ്സ്. അപ്പോൾ ഈ മണം സ്മെല്ലുള്ള, പെക്യൂലിയർ സ്മെല്ലുള്ള, നല്ല ഫ്രാഗ്രൻസ് ഉള്ളതെന്ന് പറയുന്നത് ആരാണ്? എസ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് റൈറ്റ് ദി കെമിക്കൽ ഇക്വേഷൻ ഫോർ ദി ഫോർമേഷൻ ഓഫ് ദിസ് പ്രൊഡക്റ്റ്. ഏത് പ്രൊഡക്റ്റ്? അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഇത് ഏത് പ്രൊഡക്റ്റാണത് കിട്ടുന്നത്? ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പേജ് നമ്പർ 44 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ, കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 44 ഒരു ടേബിളുണ്ട്. ആ ടേബിൾ നല്ല രീതിക്ക് പഠിക്കണം. അപ്പോൾ നമുക്കതിനുള്ളിൽ നിന്ന് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. ഈഥൈൽ ബ്യൂട്ടനോയേറ്റ്. ഓക്കെ, ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് ആണ് എന്ത്? ഈ ഒരു പൈനാപ്പിളിൻ്റെ സ്മെല്ല് കിട്ടുന്ന ആളെന്ന് പറയുന്നത്. ഓക്കെ, പൈനാപ്പിളിൻ്റെ സ്മെല്ല് കിട്ടാൻ കാരണമായിട്ടുള്ള എസ്റ്റർ എന്ന് പറയുന്നത് ഈഥൈൽ ബ്യൂട്ടനേറ്റ് ആണ്. അപ്പോൾ ഇനി അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും? അതിൻ്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ ഏതാണ് നമ്മളോട് പറഞ്ഞേക്കണേ. അപ്പോൾ ഏതായാലും ആസിഡ് എന്ന് പറയുന്നത് ഈഥൈൽ ആൽക്കഹോൾ എന്നുള്ള കാര്യം മനസ്സിലായി. കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് മനസ്സിലാക്കണേ. ഇവിടെ ബ്യൂട്ടനോയിക് ആസിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ യൂസ് ചെയ്യുന്നത് പറയുന്നത് ബ്യൂട്ടനോയിക് ആസിഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. CH3CH2OH പ്ലസ് ബ്യൂട്ടനോയിക് ആസിഡ് CH3CH2CH2
COOH. ഓക്കെ, 4 കാർബൺ ആറ്റം ഉള്ളത് ബ്യൂട്ടനോയിക് ആസിഡ്. ഇവർ റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് CH3 CH2 CH2 COO. ഓക്കെ, CO ഇവിടുത്തെ H പോവും, ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു H പോകുന്നുണ്ട്, ഇവിടെ നിന്നുള്ള OH കൂടെ പോകും. അത് പോയി കഴിയുമ്പോൾ H2 ആണ് റിമൂവ് ആവുന്നത്. ബാക്കി എഴുതാം CH3 CH2 CH2 COO CH2 CH3. ആക്ച്വലി ഈ റിയാക്ഷൻ നമ്മൾ തലകുത്തി എഴുതി കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് ഇവിടെ നമ്മൾ CH3 CH2 OH അതുപോലെ തന്നെ എഴുതി. ഇതിന് നമുക്ക് തലകുത്തി ഒന്ന് എഴുതി നോക്കാം. അതായത് COOH, ഓക്കെ, COOH CH2 CH2 CH3 ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു OHും ഇവിടെ നിന്ന് ഒരു Hഉം കൂടെ ഔട്ടാവും. ബാക്കിയുള്ളതിനെ ജോയിൻ ചെയ്ത് എഴുതിയാൽ മതി. അതായത് ഇവിടെ എന്താണ് പ്ലസ് ഒരു H2ഓടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണ്, റിമൂവൽ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് H2O എന്ന് പറയുന്ന സാധനം റിമൂവ് ആവും. ബാക്കിയുള്ളതിനെ ജോയിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ ഇതിൻ്റെ UPSC നെയിം ഓഫ് ദി പ്രൊഡക്റ്റ് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ UPSC നെയിം എന്ന് പറയുന്നത് ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് PVC ഈസ് എ വൈഡ്ലി യൂസ്ഡ് പോളിമർ. PVC പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് സ്റ്റാർട്ടിങ് ഫ്രം ഇഥൈൻ എന്താണ്, ഹൗ വിൽ യു പ്രിപ്പയർ PVC. ഓക്കെ, അപ്പോൾ നമുക്ക് ഈഥൈൻ്റെ നമുക്ക് കെമിക്കൽ ഫോമുല എഴുതാം. എന്താണ് ഈഥൈൻ്റെ കെമിക്കൽ ഫോമുല എന്ന് പറയുന്നത് YNE ആണ്. അപ്പോൾ എന്താണ് CH ട്രിപ്പിൾ ബോണ്ട് CH ആണ് ഈഥൈൻ എന്ന് പറയുന്നത്. ഇത് പ്ലസ് എന്ത് ചെയ്താൽ മതി, HCl വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, CH2 ഡബിൾ ബോണ്ട് CHCl. ഓക്കെ, ഇതാണ് വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഈ വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന ഈ കോമ്പൗണ്ടിനെ, ഇപ്പോൾ ഇതാണ് വിനൈൽ ക്ലോറൈഡ്. ഇതിന് നമ്മൾ പോളിമറൈസേഷൻ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പോളി വിനൈൽ ക്ലോറൈഡ് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം എത്തൈൻ എങ്ങനെയാണ് നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, HCl വെച്ചിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് വെച്ചാൽ മതിയാവും. ദെൻ റൈറ്റ് ദി നെയിംസ് ഓഫ് ദി റിയാക്ഷൻസ് ഇൻവോൾവ് ഇൻ ഈച്ച് സ്റ്റെപ്പ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് നമ്മൾ ചെയ്തത്, ഈഥൈനെ നമ്മൾ HCl വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുക ചെയ്തത്. അവിടെ നടക്കുന്നതെന്ന് പറയുന്നത് HCl ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ഇത് ഈ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ കയറി എന്തിരിക്കുകയാണ്, ഒരു Hഉം ഒരു Clഉം കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അഡീഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് അഡീഷൻ റിയാക്ഷനാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വിനൈൽ ക്ലോറൈഡിനെ എന്ത് ചെയ്യണം, പോളിമറൈസേഷൻ റിയാക്ഷന് വിധേയമാക്കി കഴിയുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, പോളി വിനൈൽ ക്ലോറൈഡ് ഫോം ചെയ്യുന്നത്. സോ അടുത്തെന്ന് പറയുന്നത് പോളിമറൈസേഷൻ റിയാക്ഷനാണ് കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റെപ്പിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൽ അഡീഷനും സെക്കൻഡ് സ്റ്റെപ്പിൽ പോളിമറൈസേഷൻ റിയാക്ഷനുമാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എ പ്രൊപ്പൈൻ മോളിക്യൂൾ ഈസ് അലൗഡ് ടു റിയാക്ട് വിത്ത് 2 ഹൈഡ്രജൻ മോളിക്യൂൾസ്. റൈറ്റ് ദി കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു പ്രൊപ്പൈൻ മോളിക്യൂളാണ്. പ്രൊപ്പൈൻ YNE കാണുമ്പോൾ തന്നെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. നമുക്ക് ഇങ്ങനെ എഴുതാം, CH ട്രിപ്പിൾ ബോണ്ട് CH3. ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ എന്താണ് 4 ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ 2 ഹൈഡ്രജൻ മോളിക്യൂൾ 2H2 നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ നമ്മൾ ഈ റിയാക്ഷൻ നടക്കുന്നതെന്ന് പറയുന്നത് നിക്കൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. നിക്കൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നടക്കുമ്പോൾ ഇവിടെയുള്ള ഈ ബോണ്ട് മൊത്തം ബ്രേക്ക് ആയിട്ട് അവിടേക്ക് ആര് കയറിയിരിക്കും, 4 ഹൈഡ്രജൻ കയറിയിരിക്കും അല്ലേ. 4 ഹൈഡ്രജൻ കയറിയിരിക്കുമ്പോഴേക്കും എന്താവും, അതൊരു സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിട്ട് മാറും. CH3 CH2 CH3 ആയിട്ട് മാറും. ഓക്കെ, ഇതിൻ്റെ പേരെന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദിസ് പ്രൊഡക്റ്റ് ആണ്. ഇതിൻ്റെ IUPAC നെയിം എന്താണ്, ഇത് പ്രൊപ്പെയിൻ ആണ്. ഓക്കെ, ഇത് പ്രൊപ്പെയിൻ ആണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഈഥെയിൻ റിയാക്ട് വിത്ത് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ഈഥെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈഥെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 സിംഗിൾ ബോണ്ട് CH3 ആണ് എന്തെന്ന് പറയുന്നത്, ഈഥെയിൻ എന്ന് പറയുന്നത്. ഇത് വാട്ട് ഈസ് ദി നെയിം ഓഫ് ദിസ് കെമിക്കൽ റിയാക്ഷൻ.
ഈഥെയിനിലേക്ക് നമ്മൾ ക്ലോറിനെ കൊടുക്കുന്ന റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ കയറിയിട്ട് ക്ലോറിൻ ഇരിക്കുക ചെയ്യുന്നത്. അപ്പം ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ആര് കയറിയിരിക്കും? ക്ലോറിൻ കയറിയിരിക്കും. റിയാക്ഷൻ ഞാനൊന്ന് കാണിച്ചു തരാം. CH3 CH2, ഇവിടെ Cl2 ആണ് റിയാക്ട് ചെയ്യുന്നത്. CH2Cl പ്ലസ് HCl ഇവിടെ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് ആര് കയറിയിരുന്നു? ക്ലോറിൻ കയറിയിരുന്നു. ഇങ്ങനെയുള്ള റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഒന്നിനെ മാറ്റി മറ്റൊന്ന് കയറിയിരിക്കുന്നതിനെയാണ് നമ്മളിന്ന് വിളിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദി പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ്. IUPAC നെയിം എന്താണ്? ക്ലോറോ ഈഥെയിൻ ആണ് കേട്ടോ. ക്ലോറോ ഈഥെയിൻ, ഈഥെയിനിൽ ഒരു ക്ലോറിൻ കയറിയിരിക്കുന്നു. സോ ക്ലോറോ ഈഥെയിൻ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ദെൻ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ അനലൈസ് ദി സ്ട്രക്ചർ ഓഫ് ദി ഗിവൺ കോമ്പൗണ്ട്. ഗിവൺ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യുക. സ്ട്രക്ചറിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ആക്ച്വലി ഇത് വരുന്നത് ഇവിടെയല്ല, വരുന്നതെന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ആ ഒരു ബോണ്ട് ജസ്റ്റ് വെട്ടിയേക്കാൻ പിക്ചറിൽ വന്ന ചെറിയൊരു മിസ്റ്റേക്കാണ്. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പിക്ചർ അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ഇൻ ദി മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ 1 2 3 4 5 ഈ ചെയിനിൽ 5 എണ്ണമാണ് ഉള്ളത്. ഇനി നോക്കി അടുത്ത് നോക്കുക. 1 2 3 4 5 6. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു വശത്തേക്കാണ് ചിന്തിക്കുന്നതെങ്കിൽ എന്താണത്? 6 എണ്ണമാണ് ഉള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ഇൻ ദി മെയിൻ ചെയിൻ. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ളതാണ് എന്ത്? മെയിൻ ചെയിൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് നേരെ തിരിച്ച് ഇപ്പുറത്തോട്ട് തന്നെ നോക്കിയാലും 1 2 3 4 5 6 ഇങ്ങനെ വന്നു കഴിഞ്ഞാലും സെയിം തന്നെയാണ് വരുന്നത്. 1 2 3 4 5 6 6 എണ്ണം തന്നെയാണ് വരുന്നത്. ഓക്കെ, ഒന്നുകൂടെ ഞാനത് മാച്ചിട്ട് ക്ലിയർ ആയിട്ട് വരയ്ക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഇത് ഇവിടെയല്ല ഈ ബോണ്ടെന്ന് പറയുന്നത്. ബോണ്ട് വരുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പേരെന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ മെയിൻ ചെയിനിൽ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണമാണ് മെയിൻ ചെയിനിൽ വരുന്ന നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുന്നത്. 3 3 3 6 എണ്ണം. വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്? ഇവിടെ ബ്രാഞ്ച് ചെയ്തിരിക്കുന്നത് ആരാണ്? അപ്പോൾ ഇതായിരിക്കും ഇവിടുത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇവിടുത്തെ ബ്രാഞ്ച് ആരാണ്? ഈഥൈൽ ഗ്രൂപ്പാണ് ഇവിടുത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഈഥൈൽ ഗ്രൂപ്പാണ് ഇവിടുത്തെ ബ്രാഞ്ച്. ക്ലിയർ ആണല്ലോ? ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. എ സാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട് ഹാസ് 4 കാർബൺ ആറ്റം ഇൻ ഇറ്റ്സ് മെയിൻ ചെയിൻ ആൻഡ് 2 മീഥൈൽ ഗ്രൂപ്പ് ഇൻ ഇറ്റ്സ് സെക്കൻഡ് കാർബൺ ആറ്റം. ഓക്കെ, ഇപ്പോൾ സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അത് സിംഗിൾ ബോണ്ടാണ്. അങ്ങനെ 4 കാർബൺ ആറ്റം ഉണ്ട് മെയിൻ ചെയിനിൽ. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ എന്തുണ്ട്? 2 മീഥൈൽ ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട്. CH3 CH3. റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുലയാണ് നമ്മളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഈ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ എല്ലാ ബോണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. ആദ്യത്തെ കാർബൺ ആറ്റത്തിൽ നമ്മൾ CH3 ഇട്ട് കൊടുക്കാം. ദെൻ ഇവിടെ CH2, ദെൻ ഇവിടെ എന്താണ്? CH3 വരും. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല. ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എന്താണ്? 6 കാർബൺ ആറ്റമാണ് മൊത്തത്തിൽ വരുന്നത്. മെയിൻ ചെയിനിൽ 4, ബ്രാഞ്ചുകളിൽ 2 എണ്ണം. ദെൻ അടുത്ത H എത്ര എണ്ണം ഉണ്ട്? 3 3 3 6 6 3 9 9 2 11 11 3 14. ഓക്കെ, C6H14 ആണ് മോളിക്കുലർ ഫോർമുല. ദെൻ റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇതിൻ്റെ IUPAC നെയിം എന്താണ്? രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ 2 മീഥൈൽ ഗ്രൂപ്പുകൾ വെച്ചിട്ടുണ്ട്. മെയിൻ ചെയിൻ 4 എണ്ണമാണ്. അപ്പോൾ ബ്യൂട്ടാണ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 2,2 ഡൈമീഥൈൽ 2,2 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ ആണ് ഈ ഒരു ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ IUPAC നെയിം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ദെൻ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോകാം. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് CH ട്രിപ്പിൾ ബോണ്ട് CH ഈസ് ആൻ ആൽക്കൈൻ. നമുക്കറിയാം 3 ബോണ്ട് വന്നാൽ ആൽക്കൈനാണ്. സ്റ്റാർട്ടിങ് ഫ്രം ദിസ് ആൽക്കൈൻ, ഇതിൻ്റെ പേരാണ് ഈഥൈൻ. ഓക്കെ, ഈഥൈനിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൗ ആർ ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ആർ ഫോംഡ്? താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ടുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? നമുക്ക് ആദ്യം ഫോം ചെയ്യേണ്ടത് എന്താണ്? CH3 സിംഗിൾ ബോണ്ട് CH3 ആണ്. അതായത് ഈഥൈനിൽ നിന്ന് നമുക്ക് എന്താണ്? ഈഥെയിൻ ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ഇവിടെ നമുക്ക് എന്ത് ചെയ്ത് കൊടുത്താൽ മതിയാവും? ഇവിടെ നമ്മൾ 2 H2 മോളിക്യൂൾസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാം. ഓക്കെ, നമ്മൾ CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് 2H2 ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? CH3 സിംഗിൾ ബോണ്ട് CH3. അപ്പോൾ ഇവിടെ നമ്മൾ അഡീഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ ഓർത്തിരിക്കുന്ന നിക്കൽ കാറ്റലിസ്റ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത എന്താണ്? 2 സൈഡിൽ 2 എന്താ പറയുക 2 വീതം എന്താണ്? ക്ലോറിൻ ആറ്റമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മൾ CH
ട്രിപ്പിൾ ബോണ്ട് CH, അത് പ്ലസ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് വെച്ചാൽ മതി, 2Cl2, 2 ക്ലോറിൻ മോളിക്യൂൾസ് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് വെച്ചാൽ മതിയാവും. ഇപ്പം നമുക്ക് എന്ത് കിട്ടും, CHCl2 സിംഗിൾ ബോണ്ട് CHCl2 എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ദെൻ അടുത്തത് എന്താണ്, ഇത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള കാര്യമാണ്. എന്താണ്, നമ്മൾ HCl ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അല്ലേ, CH ട്രിപ്പിൾ ബോണ്ട് CHലോട്ട് നമ്മൾ HCl ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് വിനൈൽ ക്ലോറൈഡ്, ഓക്കെ, ഇതാണ് വിനൈൽ ക്ലോറൈഡ് കിട്ടുന്നത്. CH2 ഡബിൾ ബോണ്ട് CHCl എന്ന് പറയുന്നത് കിട്ടുന്നത്. ഇനി ഈ കിട്ടിയ പ്രൊഡക്റ്റിനെ CH2CHClനെ എന്ത് ചെയ്താൽ മതി, പോളിമറൈസേഷൻ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡിയും കിട്ടും. ഓക്കെ, സോ ഈ കിട്ടിയ പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യാം, നമ്മൾ ഈ റിയാക്ഷൻ മൊത്തത്തിൽ എഴുതി വെച്ചാൽ മതി. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, പോളിമറൈസേഷൻ റിയാക്ഷന് വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് PVC കിട്ടും. ക്ലിയർ ആണല്ലോ. ഞാൻ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോകാം. വാട്ട് ഈസ് മെൻ ബൈ പോളിമറൈസേഷൻ? എന്താണ് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിളായിട്ടുള്ള മോളിക്യൂൾസ് ജോയിൻ ചെയ്ത് വലിയ ലാർജ് കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പോളിമറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദ കെമിക്കൽ പ്രോസസ് ബൈ വിച്ച് സിമ്പിൾ മോളിക്യൂൾസ് ജോയിൻ ടുഗെദർ ടു ഫോം ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾസ്, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, പോളിമറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ തന്നെ എഴുതിക്കോളാം. ദെൻ റൈറ്റ് ദി നെയിം ഓഫ് ദി മോണോമർ ഓഫ് പോളിയെത്തീൻ്റെ മോളിക്യൂൾ, മറ്റേ മോണോമർ ആരാണ്, എത്തീനാണ് കേട്ടോ. എത്തീനാണ് പോളിയെത്തീൻ്റെ മോണോമർ എന്ന് പറയുന്നത്. CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. ദെൻ വാട്ട് ആർ ദി 2 ടൈപ്സ് ഓഫ് പോളിമറൈസേഷൻ? അടുത്ത ക്വസ്റ്റൻ ആണ്, വാട്ട് ആർ ദി 2 ടൈപ്സ് ഓഫ് പോളിമറൈസേഷൻ? 2 ടൈപ്പ് പോളിമറൈസേഷൻ ആണ് വരുന്നത്. ഒന്ന് അഡീഷൻ പോളിമറൈസേഷൻ, നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇപ്പം നമ്മൾ PVCയുടെ കേസ് കണ്ടതുപോലെ PVCയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക, HCl ആഡ് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്ത്, അങ്ങനെ അഡീഷൻ പോളിമറൈസേഷൻ ഉണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഉണ്ട്. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യല്ല ചെയ്യുന്നത്, ചെറിയ ചെറിയ മോളിക്യൂൾസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻസേഷൻ പോളിമറിന് ഉദാഹരണം എന്ന് പറയുന്നത് നൈലോൺ 66 ഒരു എക്സാമ്പിളാണ്, ടെറിലിൻ ഒരു എക്സാമ്പിളാണ്. ഇതിന് നമുക്ക് പേജ് നമ്പർ 37 നിങ്ങളുടെ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 37 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനുള്ളിൽ നിന്ന് ചോദ്യങ്ങൾ വരാം കേട്ടോ. ഇതിൻ്റെ ബി പാർട്ട്, വാട്ട് ഈസ് ദി പോളിമർ ഓഫ് വിനൈൽ ക്ലോറൈഡ്? ആരാണ്? PVC, പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി മുൻപോട്ടുള്ള ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് 2026 മാർച്ചിൽ നടന്നിട്ടുള്ള മോഡൽ എക്സാം ഉണ്ടല്ലോ, മോഡൽ എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.